ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിൽ ഗ്രേറ്റർ ദേൻ, ലെസ് ദേൻ, ഈക്വൽ ടു. എന്താണ് ഗ്രേറ്റർ ദേൻ? കൂടുതലുള്ളതിനാണ് ഗ്രേറ്റർ ദേൻ എന്ന് പറയുന്നത്. ലെസ് ദേൻ എന്ന് പറഞ്ഞാൽ കുറവുള്ളതിന്. ഓക്കെ. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ തുല്യമായിട്ടുള്ളതിന്. ഓക്കെ. അപ്പൊ ഇതാ മക്കൾ കണ്ടോ, ഇതാ ഇവിടെ 5 ആപ്പിൾസ് ഉണ്ട്, 3 ആപ്പിൾസ് ഉണ്ട്. അപ്പൊ 5 ഈസ് ഗ്രേറ്റർ ദേൻ 3. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? 5 ആണ് എന്ത്? 3നേക്കാളും കൂടുതലുള്ളത്. ഓക്കെ. അപ്പൊ 5 ഈസ് ഗ്രേറ്റർ ദേൻ 3. അപ്പൊ എന്താണ്? 5 ആണ് എന്ത്? ഇവിടെ 3നേക്കാളും കൂടുതലായിട്ട് ഉള്ളത് അല്ലേ? അപ്പൊ ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ. ഓക്കെ. അപ്പൊ അടുത്തത് ഇതെന്താണ്? ഇതിന് പറയാൻ എന്താ ചിഹ്നത്തിന്? ലെസ് ദേൻ. എന്താണ്? ലെസ് ദേൻ എന്ന് പറഞ്ഞാൽ കുറവ്. ഓക്കെ. അപ്പൊ 6 ഈസ് ലെസ് ദേൻ 8. അപ്പൊ 6 എന്താണ്? 8നേക്കാളും കുറവാണ്. കണ്ടോ? ഇതാ ഇവിടെ 6 ബോൾസ്, 8 ബോൾസ്. അപ്പൊ ഇവിടെ 8 ബോൾസ് കൂടുതലല്ലേ? ഇവിടെ കുറവുള്ളത് ഏതാണ്? 6 ആണ്. അപ്പൊ കുറവ് എന്നുള്ളതിന്റെ ചിഹ്നമാണ് ഇത് ലെസ് ദേൻ. ഓക്കെ. അടുത്തത് എന്താണ്? ഈക്വൽ ടു എന്നുള്ളതിന്റെ ചിഹ്നമാണ്. ഇത് എന്ത് ചിഹ്നമാണ്? ഈക്വൽ ടു മീൻസ് തുല്യം. ഓക്കെ. ഇവിടെ എന്താണ്? 3 ഈസ് ഈക്വൽ ടു 3. അപ്പൊ 3യും 3 എന്താണ്? തുല്യമാണ്. ഓക്കെ. 3 എന്നത് 3ക്ക് തുല്യമാണ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചത്? കൂടുതൽ എന്താണ്, കുറവ് എന്താണ്, തുല്യം എന്താണ് എന്ന്. ഓക്കെ. അപ്പൊ ഇത് ഏത് ചിഹ്നമാണ്? ഗ്രേറ്റർ ദേൻ. ഇത് ലെസ് ദേൻ. ഇത് ഈക്വൽ ടു. ഓക്കെ. അപ്പൊ മക്കള് എന്ത് ചെയ്യാ? നന്നായിട്ട് ഇത് വായിച്ച് പഠിക്കുക. ഈ ചിഹ്നം എന്ത് ചെയ്യാ? നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ ഇത് 5 ആപ്പിൾസ്, 3 ആപ്പിൾസ്. 5 ഈസ് ഗ്രേറ്റർ ദേൻ 3. ഓക്കെ. അടുത്തത് 6 ബോൾസ്, 8 ബോൾസ്. 6 ഈസ് ലെസ് ദേൻ 8. ഓക്കെ. അടുത്തത് 3 ചെയേഴ്സ്, 3 ചെയേഴ്സ്. 3 ഈസ് ഈക്വൽ ടു 3. ഓക്കെ. അപ്പൊ മക്കൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? കൂടുതലിൻ്റെത് ഗ്രേറ്റർ ദേൻ ആണ്, കുറവ് ലെസ് ദേൻ ആണ്, ഈക്വൽ ടു തുല്യം.